എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാണുന്ന റേഞ്ച് റോവറാണ്. പലർക്കും റേഞ്ച് റോവർ കാറുകളുടെ ഓയിൽ മെഷർമെൻറ്റ് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സർവീസ് മെനു എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഹൈഡായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓയിൽ സർവീസ് മെഷർമെൻറ്റ് കൃത്യമായിട്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വാഹനം ഓഫ് ചെയ്തതിന് ശേഷം ഇഗ്നിഷൻ ഓൺ ചെയ്യുക. അപ്പോൾ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതേമാതിരി തന്നെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ താഴെ സർവീസ് മെനു എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഓയിൽ ലെവൽ മെഷർമെൻറ്റ് കാണാം. എന്നാൽ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ മെഷർമെൻറ്റ് കാണിക്കത്തില്ല. അപ്പോൾ അതിന് രണ്ട് പ്രൊസീജിയർ ഉണ്ട്. ഒന്ന് ആദ്യം തന്നെ ഡോർ തുറക്കുക, ഡ്രൈവർ ഡോർ തുറക്കുക, അതിനുശേഷം ബോണറ്റ് ഓപ്പൺ ചെയ്യുക. ഇതുണ്ടല്ലോ, ബോണറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അതേ പ്രൊസീജിയർ തന്നെ വീണ്ടും ചെക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലുള്ള സ്വിച്ച് ഉപയോഗിച്ച് മെനു പ്രസ് ചെയ്തതിന് ശേഷം സർവീസ് മെനു എന്നുള്ളൊരു ഓപ്ഷനിൽ പോവുക. അപ്പോൾ അത് ഒരു 3-4 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി വരുന്നതാണ്. അപ്പോൾ താഴെ സർവീസ് മെനു എന്നുള്ള ഓപ്ഷനിൽ പോവുക, എഞ്ചിൻ ഓയിൽ മെഷർമെൻറ്റ് ചെയ്യുക. വീണ്ടും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓയിൽ മെഷർമെൻറ്റ് കാണത്തില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലുള്ള ക്യാൻസൽ സ്വിച്ച് ഒരു 2-3 തവണ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ മെഷർമെൻറ്റ് കാണുന്നതാണ്. ഇത് കണ്ടല്ലോ, ഇപ്പോൾ ഓയിൽ ലെവൽ ശകലം കുറവാണുള്ളത്. അപ്പോൾ ഈ മോഡൽ വാഹനങ്ങൾക്ക് കൃത്യമായിട്ട് 8 ലിറ്റർ എഞ്ചിൻ ഓയിലാണ് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ അതിനുശേഷം കൃത്യമായിട്ട് ടോപ്പപ്പ് ചെയ്യുക, ലെവൽ മെഷർമെൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ കണ്ടല്ലോ, അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് ടോപ്പപ്പ് ചെയ്തു. കൃത്യം 8 ലിറ്റർ ഓയിലാണ് ഞാൻ ഈ വാഹനത്തിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.